ഹലോ ഫ്രണ്ട്സ്, ഹായ് ഫ്രണ്ട്സ്. ഞങ്ങളെ ഇതാ ഫ്രണ്ട് ചെയ്ത് പോണത് കുടുംബമാണേ. അതാ മകൻ പോകുന്നു, ഫ്രണ്ടിൽ ഭാര്യ പോകുന്നു. തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജിൻ്റെ അവിടെയാണുള്ളത്. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് അവതാർ സിനിമ കാണാനാണ്. അവതാർ കാരണം സാധാരണ അവതാർ സിനിമ കാണാൻ കരുതി നമ്മുടെ അവിടെയുള്ള തിയേറ്ററുകൾ അഫോർഡബിൾ അല്ലാത്തതുണ്ട്. അതായത് സാധാരണ അധിക സിനിമയ്ക്ക് പോണത് കാട്ടാക്കട കാളീശ്വരി സരസ്വതി തിയേറ്ററാണ്. കാട്ടാക്കട അവിടെ ലേസർ ഹൈടെക് ലേസർ 2K പ്രൊജക്ഷൻ്റെ നല്ല 3D ലെവലുള്ള തിയേറ്ററാണ്. പക്ഷെ അവിടെ ആദ്യം ബുക്ക് ചെയ്തിട്ട് പിന്നെ അവിടെ എന്തോ കാരണവശാൽ അവതാരം കിട്ടാതെ ക്യാൻസലായി പോയി. ഇപ്പോൾ അവിടെ ഓഡി 7 എന്തോ ആണെന്ന് തോന്നുന്നു കളിക്കുന്നത്. ബാക്കി എല്ലായിടത്തും ബബ്ബ ആണ് കളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളാകുന്ന ക്യാൻസലായപ്പോൾ തന്നെ നേരെ ട്രിവാൻഡ്രത്തെ ഏരീസ് പ്ലസ്സിൽ ബുക്ക് ചെയ്തു. ഐമാക്സിൽ കണക്കിൽ ഭയങ്കര റേറ്റാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അഫോർഡബിൾ അല്ല. ഇപ്പോൾ ലുലു ഐമാക്സിൽ ടിക്കറ്റ് ചാർജ് ചെയ്യണത് പോലും 800 രൂപയിലാണ്. 800 രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്യണത്. സീസൺ അല്ലെങ്കിൽ അത് 500, 400 ഇങ്ങനെ പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടിക്കറ്റ് അങ്ങനെ എഫോർട്ട് അത്രയും നമുക്ക് ബഡ്ജറ്റ് ഒന്നും ഒരിക്കലും നടക്കുന്ന കാര്യമില്ല. അതുകൊണ്ട് ഐമാക്സ് കട്ട് ചെയ്തിട്ട് ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്ത് പറ്റി, അത് അടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഫോർഡബിൾ ഫണ്ടിൽ ഉള്ളത് ഏരീസ് പ്ലസ് ആണ്. ട്രിവാൻഡ്രത്ത് നമ്മുടെ ആയുർവേദ കോളേജിൻ്റെ അടുത്തുള്ള ഏരീസ് പ്ലസ് മൾട്ടി തിയേറ്ററാണ്. അതിൽ ഓഡി 1, ഓഡി 2, പിന്നെ ഓഡി 4, 5 ഇതൊക്കെ നല്ല തിയേറ്ററാണ്. ഓഡി 3 ഒക്കെ ആവറേജാണ്. ഇതിൽ ഏറ്റവും ടോപ്പ് ഓഡി 1 തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമുക്കൊരു 2Dയിൽ, അതായത് 2Dയിൽ 3Dയുടെ ഹൈ വിഷ്വൽ എഫക്റ്റ് കിട്ടുന്നത് ഒരു തിയേറ്ററിൽ, പിന്നെ തിയേറ്റർ ഇത് തന്നെയാണ്. പിന്നെ ഇതിനേക്കാളും ഒരു പ്രത്യേകത ഉള്ളത് ഇതിനിടയിൽ ഇതാ പോത്തീസാണ്. പോത്തീസിൽ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുകയാണ്. പോത്തീസിൽ ഇതാ കണ്ടോ, ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഏരീസ് പ്ലസ്സിൽ ട്രിവാൻഡ്രത്ത് ഏരീസ് പ്ലസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഭയങ്കര റേറ്റായിരുന്നു. അന്നത്തെ 400, 500, 600, 800 അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷേ അപ്പോഴേക്കും ആദ്യത്തെ ഒരു എഫക്റ്റിൽ ആൾക്കാരൊക്കെ സിനിമ കാണാനൊക്കെ കയറി. ബാഹുബലി ഫസ്റ്റ് പാട്ടൊക്കെ വരുന്ന സമയം. പക്ഷെ പിന്നെ ഏരീസ് പ്ലസ്സിലും ആളില്ലാതെ അപ്പോൾ അങ്ങനെ അതുകൊണ്ട് എന്ത് പറ്റി, ക്രമേണ ഇവരെന്ത് ചെയ്തു, അഫോർഡബിൾ ആവുന്ന രീതിയിൽ ടിക്കറ്റ് റേറ്റ് കൊണ്ടുവന്നു. അഫോർഡബിൾ ആവുന്ന രീതിയിൽ ടിക്കറ്റ് റേറ്റ് വന്നപ്പോൾ എന്ത് പറ്റി, ആദ്യം ടിക്കറ്റ് കംപ്ലീറ്റ് ഫുള്ളാവണത് ഏരീസ് പ്ലസ് ആണ്. ഏരീസ് പ്ലസ്സിൽ കംപ്ലീറ്റ് ഫുള്ളാണ് അവതാറിന്. പിന്നെ നല്ല സ്റ്റാൻഡേർഡ് തിയേറ്ററാണ്. നമുക്ക് കൊടുക്കുന്ന കാശിന് ഓർത്താണ്. നമുക്ക് കൊടുക്കുന്ന കാശിന് മുതലാവണ ഒരു തിയേറ്ററാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവതാർ കാണാൻ ഇവിടെയാണ് വന്നിരിക്കുന്നത്. സാധാരണ കാട്ടാക്കട പോകുമ്പോഴത്തേക്ക് 2 സിനിമയ്ക്കാണ് പോണത്. അവിടെ തന്നെയാണ് ഇങ്ങനെ ബുക്ക് ചെയ്ത് പോകണത്. നല്ല കംഫർട്ടബിളാണ് ആ തിയേറ്റർ. അപ്പോൾ ഇപ്പോൾ അവതാർ കാണാൻ വന്നതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്തു, ഈ അവതാർ കണ്ടതിന് ശേഷം ബബ്ബ സിനിമ ഇവിടെ തന്നെയാണ് കാണുന്നത്. അത് ഓഡി 1 തന്നെയാണ്. അവതാർ രാത്രി 8 മണിക്ക് തുടങ്ങിയിട്ട് 3.25 മണിക്കൂറുണ്ട്. 11:45 തീരും. ബബ്ബ 12 മണിക്ക് ശേഷമാണ് ഷോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ 2 ഷോയും കണക്കാക്കിയാണ് വന്നിരിക്കുന്നത്. ഇതിനിടയിൽ ഇതാ 1 മണിക്കൂർ ഗ്യാപ്പുണ്ട്. സാധാരണ സിറ്റിയിലോട്ടൊക്കെ വരുമ്പോൾ നേരത്തെ ഇറങ്ങും. തിരക്ക് കാരണം നമുക്ക് പിന്നെ കുറച്ച് നേരത്തെ ഇറങ്ങിയെങ്കിൽ ഇന്ന് തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ വിചാരിച്ച സമയത്തിനേക്കാളും നേരത്തെ സിറ്റിയിലെത്തി. ഇത് ആയുർവേദ കോളേജാണ് കേട്ടോ. അതായത് നമ്മുടെ കല്യാൺ ജുവലേഴ്സ് കണ്ടുപോകും. ഇതിൻ്റെ അപ്പുറത്ത് പോത്തീസ് ജുവലേഴ്സ് ഉണ്ട്. വെയിറ്റ് ചെയ്യണേ. അവിടെയല്ല, ഇങ്ങോട്ട്. ഇത് കണ്ടോ, ഇവരുടെ മോഹം കണ്ടോ. അതായത് ഒരാൾ, ഇത് തലതിരിഞ്ഞ് വെയ്യ ഒരാൾ. പുള്ളിക്കാരായി സ്വന്തം ക്യാമറയിൽ മാത്രമേ മോഹം കാണിക്കുള്ളൂ എന്നുള്ള വാശിയിലാണ്. ഇത് കണ്ടോ, HDFC ബാങ്ക്. ഇത് പ്രോപ്പർ ആയുർവേദ കോളേജ് ജംഗ്ഷനാണ്. അതാ കാണുന്നത് ആയുർവേദ കോളേജാണ് കേട്ടോ. അതുണ്ടോ, ആയുർവേദ കോളേജ് ഇതാണ്. ആയുർവേദ റിസർച്ച് മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇനി ഇവിടെ നിൽക്കില്ല, പറഞ്ഞില്ല ആരും. വെയിറ്റ് നല്ല തിരക്കാണ് റോഡ്. അപ്പോൾ ക്രോസ് ചെയ്യണേ. അന്യായ തിരക്കാണ്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഏരീസ് പ്ലസ് ചെയ്യുന്നതാണ്. ഏരീസ് പ്ലസ്സിലെ 3D ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് 3D ആണ്. നിങ്ങളുടെ
നിങ്ങൾക്ക് ഫണ്ട് അഫോർഡബിൾ, അതായത് നിങ്ങളെ കയ്യിൽ നിങ്ങൾക്ക് പറ്റുന്ന ഫണ്ടിൽ ഏറ്റവും നല്ല രീതിയിൽ 3D കാണാൻ പറ്റുന്ന തിയേറ്ററാണ് ഏരീസ് പ്ലസ്. ക്യാഷ് ഉള്ളവർ ഐമാക്സിൽ തന്നെ പോയി കാണുക, അത് വേറെ കാര്യം, അതിന് വേറെ പിക്ചർ ക്വാളിറ്റി ആയിരിക്കും. പിന്നെ അവതാർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ക്വാളിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ആ ക്വാളിറ്റിയിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയ ഒരു തിയേറ്റർ നമുക്കിവിടെ ഇല്ല. തൃശ്ശൂർ ഒരെണ്ണം വരണുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. ഏത് തിയേറ്ററാണെന്ന് എനിക്കറിയില്ല. രാഗം തിയേറ്ററാണോ എന്ന് അറിയില്ല. രാഗമാണ് ഫേമസ്, എനിക്കറിയാമെന്നുള്ളത്. അത് ഇനിയും 3 മാസം കഴിയുമെന്ന് പറയുന്നു പണി തീരാൻ. ഒരുപക്ഷെ ജനുവരിയിലൊക്കെ ഓപ്പൺ ആയിരിക്കാം. അപ്പോൾ അത്രയും ലെവലിലുള്ളൊരു തിയേറ്റർ നമുക്കിവിടെ ഇല്ല. നമുക്കിവിടെ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ ഐമാക്സ് ആണ്. ഏത് ഒരു ലെങ്ത് ഉള്ള സ്ക്രീനിൽ, വൈഡ് സ്ക്രീനല്ല, വൈഡ് സ്ക്രീനിന് കുറവാണ് ഐമാക്സിൽ. പക്ഷേ പിക്ചർ ക്ലാരിറ്റി, 3D ക്ലാരിറ്റി ഒക്കെ കുറേ കൂടെ ഹെവിയാണ്. അപ്പോൾ അത് ഞങ്ങൾ തിയേറ്ററിൽ വന്നിരിക്കുക. തിയേറ്ററിൽ സിനിമ കാണാൻ എത്തിയതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് ഉള്ളതുകൊണ്ടാണ് എന്നെ ഇപ്പോൾ ഒന്ന് എനിക്ക് സ്പോർട്സിൻ്റെ 1-2 സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട് അമ്പയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അതിലേക്ക് വേണ്ടി വണ്ടി ഏരീസ് പ്ലസ് തിയേറ്ററിനകത്ത് ഒതുക്കിയിട്ട് ഞങ്ങൾ നടക്കാതെ വെച്ചു. കാരണം ധാരാളം സമയമുണ്ട്. ഇപ്പോൾ ആയുർവേദ കോളേജ് വഴി നടക്കുകയാണ്. അപ്പോൾ ഇതിനൊപ്പം തന്നെ പറയട്ടെ, കാണുന്നു ഗവൺമെൻറ് ഓഫ് ആയുർവേദ കോളേജ്. അതിൻ്റെ മലയാളം ഗവൺമെൻറ് ഓഫ് ആയുർവേദ കോളേജ്. അപ്പോൾ ഞങ്ങൾ നടക്കുകയാണ്. വൈഫും കുട്ടിയും മോനും ഒക്കെ ഫ്രണ്ടിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് 2 സ്പോർട്സ് എക്യുപ്മെൻറ്റ്സ് വാങ്ങാൻ നടക്കാതെ വിചാരിച്ചു. കാരണം 1 കിലോമീറ്ററോളം ഉണ്ട്. സമയം പോകാൻ കരുതിയും അവർക്കും ഒരു എൻജോയ്മെൻറ്റിന് വേണ്ടി നടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു സിനിമയിലുണ്ട്. അപ്പോൾ ഈ ക്വാളിറ്റി ബേസിലുള്ളൊരു തിയേറ്റർ നമുക്കില്ല ഇപ്പോഴും. ഇത്രയും ഡെവലപ്പായിട്ട് അത്രയും ക്വാളിറ്റിയുള്ള ബേസ് തിയേറ്ററിൽ ലുലു പോലെയുള്ളിടത്ത് വരികയാണെങ്കിൽ അവർ ചിലപ്പോൾ 2000 രൂപയ്ക്ക് ടിക്കറ്റ് ഈടാക്കിയായിരിക്കും. കുറച്ച് ദിവസം ഓടും, പിന്നെ ഓടില്ല. ഇപ്പോൾ ഏരീസ് പ്ലസ്സിൽ കംപ്ലീറ്റ് ടിക്കറ്റ് തീർന്നാൽ മാത്രമാണ് ലുലുവിൽ ടിക്കറ്റ് തീരുള്ളൂ. കാരണം അത് നല്ല കാശുള്ളവർക്കും ബിസിനസ്സുകാർക്കും ഒക്കെ പറ്റിയ തിയേറ്റർ അവർക്കേ പറ്റുള്ളൂ. കാരണം അവരല്ലേ ഫണ്ട് മറിയുള്ളൂ. സാധാരണ ജോലി ചെയ്യണവരെ കൊണ്ടൊന്നും ലുലുവിൽ പോയിട്ട് ഒരു ആഗ്രഹം കൊണ്ടൊരു സിനിമയ്ക്ക് പോയേക്കും. പക്ഷെ രണ്ടാമതൊരിക്കലും അവർ പോകില്ല. അതിനുള്ള സാധ്യതയും കുറവാണ്. അപ്പോൾ അങ്ങനെ നിങ്ങളിൽ ഫണ്ട് അഫോർഡബിൾ ഫണ്ട് ഉള്ളതല്ല, കുറച്ച് മീഡിയ ഫണ്ടും നിത്യ ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നവർക്കാണെങ്കിൽ കാണാൻ പറ്റിയ തിയേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവതാർ കാണാൻ പറ്റിയ തിയേറ്റർ ട്രിവാൻഡ്രത്ത് നമ്പർ 1 ഏരീസ് പ്ലസ് തന്നെയാണ്. ഏരീസ് പ്ലസ് റേറ്റ് ബാഹുബലി പിന്നെ ഘട്ടഘട്ടോട്ട് റേറ്റ് കുറച്ച് നല്ല ടോപ്പിൽ എത്ര തിയേറ്ററാണ്. പിന്നെ ഞങ്ങൾക്ക് ഈ സിനിമ കാണാൻ ഏരീസ് പ്ലസ് വരണമെങ്കിൽ വീട്ടിൽ നിന്ന് 40 കിലോമീറ്റർ ഉണ്ട് വൺ സൈഡ്, തിരിച്ച് 40 കിലോമീറ്റർ, 80 കിലോമീറ്റർ യാത്ര ചെയ്യണം. ഇപ്പോൾ നമ്മൾ 40 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. കാട്ടാക്കട പോകണമെങ്കിൽ 17 കിലോമീറ്ററേ ഉള്ളൂ. ഇതാണ് വ്യത്യാസം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഹെവി ലെവലിലുള്ള തിയേറ്റർ നമ്മുടെ ഏരീസ് പ്ലസ് ഒക്കെ കുറച്ചുകൂടെ ആക്കി കഴിഞ്ഞാൽ ടിക്കറ്റ് ഫെയർ ചിലപ്പോൾ ഇതുപോലെ കൊടുക്കാൻ പറ്റൂലായിരിക്കാം. പക്ഷേ ധാരാളം സീറ്റുള്ളത് കൊണ്ടും പിന്നെ റെഗുലറായിട്ട് കസ്റ്റമേഴ്സ് റെഗുലറായിട്ട് സിനിമയ്ക്ക് കയറണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏരീസ് പ്ലസ് ഒക്കെ ചെയ്ത പോലെ റേറ്റ് താത്ത് പ്രേക്ഷകരെ കൂട്ടുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവതാറിൻ്റെ ടിക്കറ്റ് ബുക്കിംഗ് നോക്കി അറിയാം. അവതാറിന് സാധാരണ പ്രേക്ഷകരുടെ ഇടയിൽ നെഗറ്റീവ് അഭിപ്രായമാണ്. കാരണം പൊതുവേ മിക്സഡ് അഭിപ്രായം കുറച്ച് പേർക്കുണ്ട്. സ്റ്റാൻഡേർഡ് ഓഡിയൻസ്, നല്ല നോളജ് ഉള്ളവർ മാത്രമാണ് അതിന് പോസിറ്റീവ് അഭിപ്രായം പറയുന്നത്. വളരെ പോസിറ്റീവ് പറയുന്നുണ്ട്. അവതാർ പോലുള്ള സിനിമ കാണാൻ വരുമ്പോൾ വേറെ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവതാരൊക്കെ വിഷ്വൽ കാണാനാണ് പറഞ്ഞത്. മലയാള സിനിമ കാണുമ്പോലെയോ അല്ലെങ്കിൽ നമ്മളൊരു ഹിന്ദിയോ തമിഴോ തെലുങ്കോ കന്നഡയോ ഇന്ത്യൻ സിനിമകൾ കാണുമ്പോൾ ഈ പടങ്ങളൊന്നും കാണാൻ പാടില്ല. കാരണം അതിൻ്റെ വ്യത്യാസം എന്തെന്ന് ചോദിച്ചാൽ അത് വിഷ്വൽ ക്വാളിറ്റിയും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഇമാജിനേഷൻ ലെവലിലാണ് കഥ പറയുന്നത്. നമ്മളൊരു ഫാമിലി ലൈഫ്, സാമൂഹ്യ ലൈഫ് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മുടെ സ്റ്റോറികൾ പോണത്, അതായത് നമ്മുടെ ഇന്ത്യൻ സ്റ്റോറികൾ. അപ്പം അതുകൊണ്ട് തന്നെ പടത്തിൻ്റെ ലെങ്ത് ഉണ്ടെങ്കിലും എത്ര വിഷ്വൽ കാണിച്ചാലും സാധാരണ ഓഡിയൻസിനെ അങ്ങോട്ട് എഫോർട്ട് ചെയ്യണമെന്നില്ല. ആ ഒരു പ്രശ്നം അവതാറിന് പാർട്ട് 2-ലൊക്കെ ഉണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു സിനിമ കാണുന്ന ഒരു പ്രേക്ഷകൻ എഫക്റ്റോടെ കാണുന്ന അവതാറിൻ്റെ ഫാനെന്നല്ല, അവതാർ പോലുള്ള എല്ലാ ചിത്രങ്ങളുടെ ഫാനാണ് ഞാൻ. അപ്പം അങ്ങനെയുള്ള സിനിമ കാണാൻ നമ്മളെപ്പോലുള്ള ഒരു തിയേറ്ററിൽ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിഷ്വല് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ പറയുന്ന രീതി, പിന്നെ ഇതിലെല്ലാം ഉപരി പടത്തിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷൻ നമ്മുടെ ഒരു അന്യഗ്രഹത്തിലോട്ടൊക്കെ നമ്മളൊരു ഭൂമിയിൽ നിന്ന് ചെന്ന് എത്തപ്പെട്ടിട്ട് അവിടെ നമ്മളൊരു
ഹോമൊക്കെ സ്ഥാപിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അതൊക്കെ നമ്മൾ ഈ ഫുൾ ടൈം മതവും ജാതിയും ഒക്കെ പറഞ്ഞ് ചിന്തിച്ച് മാത്രവും അതിൽ വിശ്വാസമായിട്ട് നടക്കുന്നവർക്കൊന്നും അവർക്കത് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളിവിടെ നെഗറ്റീവ് അഭിപ്രായം കൂടുതൽ വരണമെന്ന് ഞാൻ ചിന്തിക്കുന്നു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു നോളജും കൂടെ കിട്ടാൻ, അതിൻ്റെ ഭാവിയിൽ സയൻസ് ഡെവലപ്പായി വരുന്നതിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കാൻ തന്നെ അവസ്ഥയൊക്കെ അടുത്ത സ്റ്റേജിലോട്ടൊക്കെ കാര്യങ്ങൾ നമ്മൾ കൂടുതൽ സ്റ്റഡി ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് നമ്മൾ ആ ചിത്രം കാണാൻ പോകുമ്പോഴാണ് നമുക്കത് എഫോർട്ടാവണത്. അങ്ങനെ അല്ലാത്തവർക്കൊന്നും ഈ സിനിമ ഒരു എഫോർട്ടായിരിക്കില്ല. അതായത് സാധാരണ രീതിയിൽ പടം ലെങ്തി പറയുമ്പോഴത്തേക്കും അതിൽ സ്റ്റോറിയിൽ എന്നെ പറയുമ്പോൾ ബോറും അടിക്കും, ഇല്ലെന്ന് പറയണില്ല. പക്ഷെ പാർട്ട് 1, 2 രണ്ട് പടവും 2 പാർട്ടും പലതവണ കണ്ടതാണ് അവതാർ സിനിമ ഞാൻ. അപ്പോൾ ആ സിനിമയൊക്കെ എന്ന് പറയുന്നത് നമുക്ക് വിഷ്വൽ എഫക്റ്റ് കൊണ്ടും ട്രീറ്റ് കൊണ്ടും അൺബിലീവബിൾ ആയിരുന്നു. പിന്നെ ആദ്യത്തെ പാർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചായ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ് ലൈനപ്പും കുറച്ചുകൂടെ ഫീലിങ്സ് ഒക്കെ നമ്മുടെ ഇവിടുത്തെ സാധാരണ ഓഡിയൻസിന് മനസ്സിലാവും. അതുകൊണ്ടാണ് എല്ലാവരും ആ പാർട്ടിനെ കുറിച്ച് വളരെ എഫോർട്ടായിട്ട് പറയണത്. പക്ഷേ എന്നെ സംബന്ധിച്ച് പാർട്ട് 1-നെക്കാളും എനിക്ക് ഏറ്റവും നന്നായി ഇഷ്ടപ്പെട്ട പാർട്ട് 2 ആണ്. പാർട്ട് 2 ഇതുപോലെ 3 മണിക്കൂറുണ്ട്, ഏകദേശം 3 മണിക്കൂറുണ്ട്. പാർട്ട് 2 ഏകദേശം 3 മണിക്കൂറുണ്ട്. അപ്പോൾ തന്നെ അത്തരം രീതിയിലുള്ള സിനിമകൾ കാണുന്നത് നമുക്ക് നല്ല താല്പര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവതാർ സിനിമ കാണാൻ ഇവിടെ ഇത്രയും റിസ്ക് എടുത്ത് 40 കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് രാത്രി 8 മണിക്കുള്ള ഷോ ബുക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. അപ്പം നമ്മൾ എത്ര നോളജ് ആവണോ അത്രയും രീതിയിൽ നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് വന്ന് പടം കണ്ടാൽ മാത്രമേ നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ഫീൽ ചെയ്യില്ല. നമ്മൾ സാധാ മനുഷ്യരായിട്ട് ഈ ഹൈടെക്കിൽ നിൽക്കുന്ന വേറൊരു ലോകത്ത് പോയി കഥ പറയുന്ന സിനിമയൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്കങ്ങനെ വലുതായിട്ട് ഫീൽ ചെയ്യണമെന്നില്ല. അതിൻ്റെ ഒരു എഫക്റ്റ് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്, ഇല്ലെന്ന് പറയണില്ല. നെഗറ്റീവ് അഭിപ്രായം ഉണ്ടാവുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് 2-നും ഇതായിരുന്നു അഭിപ്രായം, പാർട്ട് 2-ന്. പക്ഷെ പാർട്ട് 2 ഇന്റർനാഷണൽ ഹിറ്റാണെന്ന് ആലോചിക്കണം. പക്ഷെ അവിടെയും മലയാളിക്ക് എഡ്യൂക്കേഷൻ ഉണ്ടായിട്ട് മലയാളിക്ക് പിടിച്ചിട്ടുമില്ല. അപ്പോൾ ഇങ്ങനെയാണ് പടത്തിൻ്റെ ഇത് പോകുന്നത്. അപ്പോൾ ഈ പടത്തിനൊപ്പം ബബ്ബായ എന്നുള്ള സിനിമയും ഞങ്ങൾ കാണുന്നുണ്ട്. കുടുംബമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി 2 സിനിമയും കണ്ടിട്ട് ഇനി വെളുപ്പാങ്കാലം ഏകദേശം ഏർലി മോർണിംഗ് ഒരു 6 മണിക്കൊക്കെ വീട്ടിലെത്തുള്ളൂ. അതുകൊണ്ട് സമയം ഗ്യാപ്പുണ്ട്, സിറ്റിയിൽ കൂടെ നടക്കുകയാണ്. സിനിമയുടെ വിശദമായ കാഴ്ചകളും മറ്റ് എൻ്റെ അഭിപ്രായവും മറ്റുമെല്ലാം നൊബക് പ്രപഞ്ചം ചാനൽ റിവ്യൂവിൽ പറയണതായിരിക്കും. നിങ്ങൾ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ സിറ്റിയിൽ കൂടെ ഇത് ആയുർവേദ കോളേജ് കഴിഞ്ഞു. ആയുർവേദ കോളേജ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ജംഗ്ഷനിലോട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. MG റോഡിൻ്റെ പുളിമൂട് എത്തിയിരിക്കുകയാണ്. പുളിമൂട് സിഗ്നലിൻ്റെ അവിടെ നടക്കുകയാണ്. ഇതിൻ്റെ അപ്പുറത്താണ് എനിക്ക് സ്പോർട്സിൻ്റെ എക്യുപ്മെൻറ്റ്സ് വാങ്ങേണ്ട കട. നല്ല ബ്ലോക്കാണ്, സിറ്റിക്കകത്ത് മാത്രമേ ബ്ലോക്ക് ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ സാധാരണ ഞങ്ങളുടെ നാട്ടിൽ നെയ്യാറ്റിൻകര മുതലേ ബ്ലോക്ക് പറഞ്ഞാണ്. പക്ഷേ ഇത് കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ കുറേ കൂടെ സ്പീഡിൽ ഇവിടെ എത്തി, വേഗത്തിലെത്തി. വളരെ സാവധാനം ഓടിച്ചു വന്നാലും വളരെ വേഗത്തിൽ എത്തി. സിറ്റി കംപ്ലീറ്റ് ബ്ലോക്കാണ് കണ്ടോ. ഇത് പുളിമൂട് ജംഗ്ഷനാണ്. പുളിമൂട് ജംഗ്ഷൻ സിഗ്നൽ അവിടെ എത്തി. ഇതിൻ്റെ അപ്പുറത്താണ് എൻ്റെ സ്പോർട്സിൻ്റെ കട. അത് നിൽക്കട്ടെ. അപ്പോൾ അവതാർ സിനിമ കണ്ടിട്ട് വിശദമായ റിവ്യൂവും വിശദമായ വാർത്തയും വിശദമായ എൻ്റെ അഭിപ്രായവും എനിക്കെങ്ങനെ ഫീൽ ചെയ്തു, എനിക്കെങ്ങനെ അത് പടം വേർത്തായിട്ട് തോന്നി എന്നുള്ളതിൻ്റെയൊക്കെ വിശദമായ വീഡിയോ ഞാൻ എൻ്റെ നൊബക് പ്രപഞ്ചം ചാനലിൽ നാളെ വൈകുന്നേരത്തോടു കൂടി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. പ്രിയ പ്രേക്ഷകരെല്ലാവരും അത് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കുക എല്ലാവർക്കും. അപ്പോൾ ഇതാണ്ടോ ഭാര്യ. പിന്നെ നീ പറഞ്ഞോ, അതാ പറ. അത് മാത്രം ചെയ്തു, ബാക്കി എന്തോണോ ചെയ്യാം. നിങ്ങൾക്ക് കണ്ട് ഭ്രാന്തായി ബോറടിച്ച് നിനക്ക് വന്നത് പറയാനുണ്ടോ? അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, വിജയിപ്പിക്കുക. ഇതാ മകൻ ഇതിലും പറയടാ. അപ്പൊ വിശദമായ അവതാറിന്റെയും ബബ്ബ ഭയം വ്യക്തി ബഹുമാനം ദിലീപിന്റെ മോഹൻലാലിന്റെ പുതിയ അവതാരം, ദിലീപിന്റെ ഒരു സ്പെഷ്യൽ അവതാരം കൂടെയായ ബബ്ബയുടെ ഭയം വ്യക്തി ബഹുമാനത്തിന്റെയും വിശദമായ വീഡിയോ ഞാൻ അപ്ഡേറ്റ് ചെയ്യണമായിരിക്കും. സബ്സ്ക്രൈബ് ചെയ്യുക, വിജയിപ്പിക്കുക. സൈനിങ് ഓഫ്. ട്രിവാൻഡ്രത്ത് ആയുർവേദ കോളേജ് കഴിഞ്ഞ് പുളിമൂട് ജംഗ്ഷൻ സിഗ്നലിൽ നിന്നും നൊബക് സോളോ. ബായ്.